വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 3 മുതൽ ഞാൻ വായിക്കട്ടെ. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെ എന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയും ഇല്ല. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോട് കൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്നും മായിച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നദ്ധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേർ ഏറ്റുപറയും. കേട്ടല്ലോ, എന്ത് മനോഹരമായ വാക്ക്. കർത്താവ് ഭൂമി ജീവിച്ചിരുന്നപ്പോൾ, പലസ്തീനിലൂടെ നടന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരോടായിട്ട് പറയുന്ന ആ വാക്യങ്ങൾ ലൂക്കോസ് 12-ലും മത്തായി 12-ലും ഒക്കെ കാണാം. അവിടെ ഇപ്രകാരം പറയുകയാണ്: നിങ്ങൾ പേടിക്കരുത്, നിങ്ങളുടെ തലയിലെ രോമങ്ങൾ പോലും എണ്ണിയിട്ടുണ്ട്. അതിലൊരെണ്ണം നിലത്ത് വീണേ സ്വർഗത്തിലെ ദൈവം അറിയണം. ഒരു കാശിന് 2 കുരികിൽ വിൽക്കുന്നില്ലയോ? 2 കാശിന് 5 കുരികിലിനെ വിൽക്കുന്നു. അപ്പോൾ 1 കുരികിൽ ഫ്രീ. അങ്ങനെ വിലയില്ലാത്ത ആ ജീവി നിലത്ത് വീണെങ്കിൽ തമ്പുരാനറിയണം. വിശ്വസിക്കുന്നുണ്ടോ? ദൈവം അറിയാതെ ഒരു കരിയിലെവിടെ അനങ്ങത്തില്ല. ചില കാര്യങ്ങളിലൊക്കെ എനിക്കും സംശയങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്. എൻ്റെ സഹോദരി ഭർത്താവിനെ കാണാൻ ഇന്നലെ ഞാൻ ക്യാൻ കെയർ എന്ന് പറയുന്ന പാലിയേറ്റീവ് കെയറിൽ പോയി. നല്ല വൃത്തിയുള്ള ഒരു കെയർ സെൻ്ററാണത്. പക്ഷേ എത്ര വർഷമായി ഇവൻ കിടക്കുന്നു. സ്പൈനൽ കോഡ് തകർന്നു പോയി. നല്ലൊരു സുവിശേഷകനും മിഷണറിയുമാണ്. എന്നാൽ എനിക്ക് അവനിൽ കാണാൻ കഴിഞ്ഞ അത്ഭുതം, അവനൊരിക്കൽ പോലും നിരാശയുടെ വാക്ക് പറഞ്ഞിട്ടില്ല. അവന് അസാധാരണ ധൈര്യം. ഒത്തിരി സാമ്പത്തിക ആവശ്യങ്ങളുണ്ട്. ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ദൈവം ഇന്നുവരെ നടത്തി, ദൈവം ഇനിയും നടത്തും. ഓ, എന്തൊരു അനുഭവം. ചിലപ്പോൾ എനിക്ക് സങ്കടമുണ്ട്. കർത്താവേ, നീ എന്താണ് ഇത് അനുവദിച്ചത്? നീ എന്താ അവനെ സൗഖ്യമാക്കാത്തതെന്നൊക്കെ ഞാനിങ്ങനെ പേഴ്സണലായിട്ട് കർത്താവിനോട് ചോദിച്ചു. ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. ഞാനത് കർത്താവിന് വിട്ടുകൊടുത്തു. ചില കാര്യങ്ങളൊക്കെ നമുക്ക് വിഷമമുണ്ട്. എന്നാൽ ഞാൻ അല്പബുദ്ധിയെ എനിക്കുള്ളൂ. നിങ്ങൾക്ക് എന്നേക്കാൾ ബുദ്ധി ഉണ്ടായിരിക്കും. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ. ദൈവം നിത്യതയിൽ നിന്ന് പ്ലാൻ ചെയ്ത കാര്യം മാത്രമേ ഇവിടെ നടക്കുന്നു. അവനറിയാതെ ഒരു കോഴിയുടെ തൂവൽ നിലത്ത് വീഴുന്നു, ഒരു പ്രാവിൻ്റെ തൂവൽ നിലത്ത് വീഴുന്നു. ആ കർത്താവിനെ ഞാൻ എങ്ങനെ ചോദ്യം ചെയ്യുന്നേ? ദൈവത്തിൻ്റെ ആ സിസ്റ്റത്തിനകത്ത് എനിക്ക് എന്തോ അറിയാം. അതെന്നെ അങ്ങനെ ചെയ്ത. പിന്നെ നീ ആരാ അതൊക്കെ ചോദിക്കാൻ? അതെന്തിനാ കോവിഡ് വന്നു? പിന്നെ നിന്നോട് പറഞ്ഞല്ലേ കോവിഡ് വരുന്നത്? നീ ആരാ? അല്ല, അത്രയും പേര് മരിച്ചത്. ഒന്നും മിണ്ടാതിരിക്കുക കൂടപ്പിറപ്പേ. മഹാദൈവത്തെ ഭയപ്പെട. കിട്ടിയ നന്മ അനുഭവിച്ചോ, കിട്ടിയ സന്തോഷം അനുഭവിച്ചോ. അപ്പോൾ പറഞ്ഞു വരുന്നത്, ചില വിഷയങ്ങളിൽ ഡൗട്ട് കാണും, ചില വിഷയങ്ങളിൽ കൺഫ്യൂഷൻ കാണും, ചില വിഷയങ്ങളിൽ സങ്കടം കാണും. സഹിക്കാം, നമുക്ക് ഒരുമിച്ച് സഹിക്കാം. എന്നിട്ട് ദൈവത്തിൻ്റെ നിത്യ പദ്ധതിക്കായിട്ട് ഒരുങ്ങാം. നമ്മൾ പറഞ്ഞു വന്ന വിഷയം ഇങ്ങനെ പറഞ്ഞിട്ട്, നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയും. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത ചിലർ സർദീസിൽ നിനക്കുണ്ട്. ഉടുപ്പ് മലിനമാകാതെ കർത്താവിൻ്റെ പ്രമാണത്തിൽ ജീവിച്ച, വിശുദ്ധ ജീവിതം നയിക്കുന്ന ആളുകളെ അവർ യോഗ്യന്മാരാണ്.
അവർ ജയിക്കുന്നവരാണ്. അവർ വെള്ളയുടുപ്പ് ധരിക്കുന്നവരാണ്. അവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയത്തില്ല. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേരേറ്റു പറയും. കേട്ടോ, എൻ്റെ പേര് ദൂതന്മാരുടെ മുൻപിൽ എടുത്തു പറയുവാൻ. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.